കാലനല്ല സാറേ, ഇത് പോലീസാ. പോത്തിന്റെ പുറത്തേറി പെട്രോളിംഗ് നടത്തുന്ന ലോകത്തിലെ ഏക പോലീസ് എവിടെയാണ് എന്ന് നിങ്ങൾക്കറിയാമോ? നമുക്ക് നോക്കാം. ഹിന്ദു മിത്തോളജിയിൽ മരണത്തിന്റെ ദേവനായ കാലന്റെ വാഹനമാണ് പോത്ത്, അല്ലേ? ജീവനുള്ള വീടെ ആയുസൊടുങ്ങാറാകുമ്പോൾ അവയുടെ ജീവനെടുക്കാനായി യമഭഗവാനായ കാലൻ പോത്തിന്റെ പുറത്തെത്തുന്നു എന്നാണ് വിശ്വാസം. എന്നാൽ ലോകത്ത് തന്നെ ആദ്യമായി പോത്തിന്റെ പുറത്ത് പെട്രോളിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് ബ്രസീൽ പോലീസ്. ബോബ് മാർലിയുടെ പ്രശസ്തമായ ബഫല്ലോ സോൾജിയേഴ്സ് എന്ന ഗാനത്തെ അനുസ്മരിക്കുന്ന ഈ പോലീസ് സംഘം ബഫല്ലോ സോൾജിയേഴ്സ് എന്നറിയപ്പെടുന്നു. ഇത്തരത്തിൽ വളഞ്ഞു കയറിയ കൊമ്പുകളുള്ള കൂറ്റൻ പോത്തുകളെ പെട്രോളിങ്ങിനായി ഉപയോഗിക്കുന്നത് ബ്രസീലിലെ മറോജോ ദ്വീപിലെ പോലീസാണ്. മറോജോയുടെ തലസ്ഥാനമായ സൗരയിലെ പോലീസ് ഉദ്യോഗസ്ഥർ വർഷങ്ങളായി ദ്വീപിൽ പെട്രോളിംഗ് നടത്താൻ പോത്തുകളെ ഉപയോഗിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. കാർ യാത്ര സാധ്യമല്ലാത്ത വിദൂര ഗ്രാമങ്ങളിലാണ് പോലീസ് ഇത്തരത്തിൽ പോത്തിന്റെ പുറത്ത് പെട്രോളിങ്ങിനെത്തുന്നത്. ലോകത്ത് കുതിരയ്ക്ക് പകരം പെട്രോളിങ്ങിനായി പോത്തിനെ ഉപയോഗിക്കുന്ന ഏക പോലീസ് വകുപ്പ് മറോജോ ദ്വീപിലെ പോലീസ് വകുപ്പാണ്. 1 നൂറ്റാണ്ട് മുമ്പ് ഫ്രഞ്ച് ഇന്തോ ചൈനയിലെ നെൽപ്പാടങ്ങളിൽ നിന്ന് ഫ്രഞ്ച് ഗയാനയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കപ്പൽ തകർന്ന് ഇവ രക്ഷപ്പെട്ടു. അങ്ങനെ ഇവ മറോജോ ദ്വീപിലെത്തപ്പെട്ടു. അക്കാലത്ത് ഫ്രഞ്ച് ഗയാനയിലെ ഒരു പീനൽ കോളനിയിൽ നിന്ന് കുറ്റവാളികൾ രക്ഷപ്പെടാനായി മറോജിയിലെ കണ്ടൽക്കാടുകളിലെ വിദഗ്ധരായ നീന്തൽക്കാരായ പോത്തുകളെ ഉപയോഗിച്ചു. ഏതാണ്ട് സ്വിറ്റ്സർലൻഡിന്റെ വലിപ്പമുള്ള ആ വലിയ ദ്വീപിൽ നിന്ന് അന്ന് മനുഷ്യവാസം കുറവായിരുന്നു. അതിനാൽ ഇവ പെട്ടെന്ന് തന്നെ പെറ്റുപെരുകി. ഒരു കാലത്ത് ഇവിടെ ഏതാണ്ട് 4,50,000-ഓളം പോത്തുകളും എരുമകളും ഉണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്നു. പതുക്കെ ഇവ ദ്വീപിന്റെ സാംസ്കാരിക ചിഹ്നമായി മാറി. ആമസോൺ നദിയിൽ നിന്നും നിരന്തരം വെള്ളം കയറുന്ന ആ ദ്വീപിലെ ജീവിതവുമായി വളരെ പെട്ടെന്ന് തന്നെ പോത്തുകൾ ഇണങ്ങി. നിലവിൽ മറോജോയിൽ മനുഷ്യരെക്കാൾ കൂടുതൽ എരുമകളും പോത്തുകളും ഉണ്ടെന്നാണ് കണക്കുകളിൽ പറയുന്നത്. ഇന്ന് ദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഇവ വലിയൊരു സ്ഥാനം വഹിക്കുന്നു. ഇവ ദ്വീപിലെ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമാകുന്നതും ഇക്കാലത്താണ്. പാലുൽപ്പന്നങ്ങൾ, മാംസം, സാധനങ്ങൾ കൊണ്ടുപോകൽ തുടങ്ങി ദൈനംദിന ജീവിതത്തിൽ ദ്വീപ് നിവാസികളെ ഇവ ഏറെ സ്വാധീനിച്ചു. അങ്ങനെ പതുക്കെ ആഘോഷങ്ങൾക്കും ഇവയെ ഉപയോഗിച്ചു തുടങ്ങി. പോത്തുകൾക്ക് കിഴക്കിന്റെ ജീവനുള്ള ട്രാക്ടർ എന്ന വിളിപ്പേരും സ്വന്തമായി. ജനജീവിതത്തെ ഇത്രയേറെ സ്വാധീനിച്ച പോത്തുകളെ പോലീസും നോട്ടമിട്ടു. ദ്വീപിലെ ചതുപ്പു നിറഞ്ഞ വിദൂര പ്രദേശങ്ങളിലേക്ക് പോകാൻ ഏറ്റവും ലളിതമായ മാർഗം പോത്തുകളാണെന്ന് പോലീസും തിരിച്ചറിഞ്ഞു. പിന്നാലെ ബ്രസീൽ 8ാം ബറ്റാലിയന്റെ ഭാഗമായി പോത്തുകളും മാറി. 1990കളിലാണ് ആദ്യ ബഫല്ലോ യൂണിറ്റ് പോലീസ് ആരംഭിക്കുന്നത്. 23,000-ഓളം ആളുകൾ താമസിക്കുന്ന ചെറിയ പട്ടണമായ സൗരയിലെ പെട്രോളിങ്ങിനായിട്ടായിരുന്നു അത്. ചതുപ്പിലെ ചെളിയിലൂടെയുള്ള സഞ്ചാരത്തിന് ഇവ കുതിരകളെക്കാൾ മികച്ചവയാണെന്ന് പോലീസ് പറയുന്നു. ചൂടുകൂടിയ ഫ്രഞ്ച് ഇന്തോ ചൈനയിൽ നിന്നും എത്തിയതായതിനാൽ മറോജിയിലെ കടുത്ത ചൂട് ഇവയ്ക്ക് പ്രശ്നമല്ല. ഇന്ന് ബ്രസീൽ 8ാം ബറ്റാലിയൻ ബഫല്ലോ സോൾജേഴ്സ് എന്നും അറിയപ്പെടുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഇതുപോലത്തെ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.